നമുക്ക് സ്ഥിരം വരുന്ന ഒരു എൻക്വയറിയാണ് പ്രിന്റിംഗ് പൗച്ചസ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പൗച്ചസ് വേണം, അതായത് പ്രിന്റിംഗ് കവർ വേണം. ഇപ്പൊ ലേസിന്റെ കവറ്, കെലോക്സിന്റെ കവറ്, ഓട്സിന്റെ കവറ്, ഇതുപോലെ ഒരുപാട് കവറുകൾ, പ്രിന്റിംഗ് പൗച്ചസ് വേണം. അതിനൊക്കെ ലെയറുകളും ഉണ്ട്, അത് വേറൊരു കാര്യം. ഈ പൗച്ചസ് നമുക്ക് കേരളത്തിൽ ലഭ്യമാകുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ ആളുകൾക്ക് മുതലാകുന്നില്ല, ഇല്ലെങ്കിൽ ടൈംലി ലഭിക്കുന്നില്ല എന്ന് പല വിധത്തിലുള്ള കംപ്ലൈന്റുകൾ വരാറുണ്ട്. ഞാൻ നേരത്തെ 2 വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ താഴെ ഒരു പാർട്ടിയുമായിട്ട് സംസാരിച്ച് അവർ ഓർഡർ എടുത്തുകൊള്ളാം, നല്ല രീതിയിൽ കൊടുത്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അവരുടെ നമ്പർ സഹിതം കൊടുത്തിരുന്നു. പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞങ്ങൾ ആരും 1 രൂപ പോലും അവരോട് കളക്ട് ചെയ്തിട്ടില്ല. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സഹായം എന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷേ ഈ വീഡിയോ വന്നതിന് ശേഷം, ഏകദേശം 3 വർഷം മുമ്പാണ് വീഡിയോ വന്നതിന് ശേഷം, റെഗുലർ അവർക്ക് കോൾ ചെല്ലാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ 3-4 കോളുകളൊക്കെ അവർ അറ്റൻഡ് ചെയ്തു, റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. 1-2 ഓർഡറും എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുശേഷം അവർ ഉഴപ്പി. കോളുകൾ വന്നാൽ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കത്തില്ല, മറുപടി കൊടുത്താൽ പോലും റേറ്റ് കൂട്ടി പറയുക, ടൈം കൂട്ടി പറയുക. അവസാനം അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഒരുപാട് കംപ്ലൈന്റ്സ് വന്നപ്പോൾ ആ വീഡിയോയുടെ താഴെ നിന്നും അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഒരു വീഡിയോ ചെയ്തിട്ട് കേരളത്തിലെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള പ്രിന്റിംഗ് പൗച്ചുകൾ ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തു. പക്ഷെ ആളുകൾ അപ്പോഴും സംതൃപ്തരല്ല. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് കേരളത്തിലുള്ള ആളുകളുടെ അല്ല സത്യത്തിൽ കൊടുക്കുന്നത്, ഔട്ട് ഓഫ് കേരള ഉള്ള പ്രിന്റ് ചെയ്യുന്ന ബിസിനസ് ആവശ്യമുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത്. ഇത് ഓൺലൈനിൽ തന്നെയുള്ള ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് അവരുമായിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി എല്ലാം കൃത്യമാണെന്ന് കണ്ടാൽ മാത്രം ഓർഡർ കൊടുക്കുക. ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റെഫറൻസ് വീഡിയോ എന്ന് മാത്രം കരുതിയാൽ മതി. ഒരു സഹായം, അത്രേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് ചെയ്തിട്ട് പോകുക എന്നുള്ളത് നിങ്ങളുടെയും കൂടെ കർത്തവ്യമാണ്. അപ്പോൾ ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ എവിടെ കിട്ടും എന്ന് പോലും അറിയില്ല. അപ്പോൾ അവർ വലിയ വില കൊടുത്ത് പലയിടത്തു നിന്നും എടുക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടും, കസ്റ്റമൈസ് ചെയ്ത് കിട്ടും, നല്ല രീതിയിൽ കിട്ടും. ആദ്യത്തെ 1-2 ഡീലിംഗ് ക്ലിയർ ആണെങ്കിൽ പിന്നെ റെഗുലർ ആയിട്ട് നമുക്ക് ഒരു ഫോൺ കോളിൽ തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് വീട്ടിൽ ഇല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിൽ എത്തിയിരിക്കും. ഇനി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ യഥാസമയം ലഭിക്കുന്നതാണ്. പല തരത്തിലുള്ള കവറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഓരോന്നും പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിന് പറ്റിയ കവർ ഇവിടെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാകും. ഇവിടെ നമുക്ക് സാധാരണഗതിയിൽ വേഫർ അല്ലെങ്കിൽ ഉപ്പേരികൾ ഒക്കെ പാക്ക് ചെയ്യുന്ന ടൈപ്പ് കവറാണ്. 195 രൂപയാണ് കിലോയ്ക്ക് വരുന്നത്. ഇവിടെ വരുന്ന റോസ്റ്റഡ് ഫുഡുകൾ പാക്ക് ചെയ്യാൻ പറ്റുന്ന കവറ് 220 രൂപ പെർ കിലോയാണ്. പിന്നെ സാൾട്ട്, ഉപ്പ് പാക്ക് ചെയ്യാൻ പറ്റുന്ന കവർ 221 രൂപ പെർ kg വരുന്നുണ്ട്. പിന്നെ ഫ്രോസൺ പീസ്, ഗ്രീൻ പീസ് അതുപോലുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യാൻ പറ്റുന്ന കവറ് 200 രൂപ പെർ kg വരുന്നുണ്ട്. നൂഡില് പാക്ക് ചെയ്യാൻ പറ്റുന്നത് 200 രൂപ പെർ കിലോ വരുന്നുണ്ട്. ഇവിടെ ദോശ ബാറ്റർ, അതായത് ദോശമാവൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്ന കവറ് വരുന്നത് 5 രൂപ പെർ പീസ് ആണ് വരുന്നത്. പിന്നെ സാധാരണഗതിയിലുള്ള ഫുഡ് പാക്കേജിംഗ് പൗച്ചസ് LEP വരുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് റവ പാക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് 220 രൂപ. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുള്ളൂ. റവ പാക്ക് ചെയ്യാൻ പറ്റുന്ന കവർ എന്ന് പറയുമ്പോൾ അതിൽ പുട്ടുപൊടിയും പാക്ക് ചെയ്യാം, അപ്പത്തിന്റെ പൊടിയും പാക്ക് ചെയ്യാം, ഇടിയപ്പൊടിയും പാക്ക് ചെയ്യാം. ആ രീതിയിലാണ് നിങ്ങൾ അതിനെ കാണേണ്ടത്. പിന്നെ ഒരുപാട് കവറുകൾ ഇവിടെ വേറെയും കൊടുത്തിട്ടുണ്ട്. ആട്ട പാക്ക് ചെയ്യാനായിട്ട് 230 രൂപ പെർ കിലോ വരുന്നുണ്ട്. 189 രൂപ പെർ കിലോ വരുന്നുണ്ട്. ഇതുപോലെയുള്ള കവറുകൾ, പ്ലാസ്റ്റിക് കവറുകൾ നമുക്കിവിടെ ലഭ്യമാണ്. ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കവറിൽ തന്നെ ട്രാൻസ്പെറന്റ് ആയിട്ട്, അതായത് കുറച്ച് ഭാഗം ട്രാൻസ്പെറന്റ് ആയിരിക്കും. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പുറത്ത് കാണിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കവറുകളായിരിക്കും. അത് വരുമ്പോഴത്തേക്കും 200 രൂപ പെർ കിലോ വരുന്നുണ്ട്. ഏത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യുന്ന സൈസാണ് ഇത്. ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് പിക്കിള്, അതായത് അച്ചാറുകളൊക്കെ പാക്ക് ചെയ്യുമ്പോൾ അതിനകത്ത്
ലിക്വിഡ് ആയിരിക്കും. ആ ലിക്വിഡും കൂടെ കാണും. അതുകൊണ്ട് തന്നെ അതൊന്ന് സ്റ്റേബിൾ ആയിട്ടിരിക്കണമെങ്കിൽ ആ ടൈപ്പിലുള്ള സ്റ്റാൻഡിങ് പൗച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള പാക്കേജിങ് പൗച്ചിന് 250 രൂപ 1 കിലോയ്ക്ക് വരുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് കവറുകൾ ഇവിടെയുണ്ട്. പിന്നെ നമ്മളുടെ ലേസ് ഒക്കെ പാക്ക് ചെയ്യുന്ന ടൈപ്പ് കവറുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. 200 രൂപ, 210 രൂപ, 220 രൂപ, 265 രൂപ, 180 രൂപ കിലോയ്ക്ക് വിലയാണ് വരുന്നത്. ഇനി അടുത്ത ഒരു ഐറ്റമാണ്, ഇത്തരത്തിലുള്ള കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഓട്സ് ഒക്കെ വരുന്ന കവർ ഇതുപോലെയാണ്. ഇല്ലെങ്കിൽ പെറ്റ്സിനുള്ള ഫുഡുകൾ വരുന്നത് ഇത്തരത്തിലുള്ള കവറിലാണ്. ഫ്ലെക്സിബിൾ പാക്കേജിംഗ് പൗച്ചാണ്. 7 രൂപ 50 പൈസയാണ് പെർ പീസ് വരുന്നത്. ഒരു പീസിന്റെ വിലയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എല്ലാം തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കാണിച്ചതും കാണിക്കാത്തതുമായിട്ടുള്ള ഒട്ടനേകം കവറുകൾ അവിടെ തന്നെ ലഭ്യമാണ്. അവരോട് സംസാരിക്കുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ, അതായത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ അതും അവർ ചെയ്തു തരും. ഏതാണ്ടൊക്കെ ഈ റേറ്റ് തന്നെയായിരിക്കും അതിന് കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഈ കവർ മാത്രം കണ്ടാൽ പോരാ, നമുക്കൊരു ഐഡിയ കൂടെ വേണം. 1 കിലോയിൽ എത്ര പീസ് കയറും എന്നുള്ള ഐഡിയ വേണം. അത് GSM അനുസരിച്ചാണ് ഇതിന്റെ കിലോയിൽ എത്ര പീസ് കയറും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാം സ്ക്വയർ മീറ്റർ. ഒരു സ്ക്വയർ മീറ്ററിൽ എത്ര ഗ്രാം കയറും എന്നുള്ളതാണ് GSM കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഒരു 100 ഗ്രാം ഐറ്റം കയറുന്ന പാക്കറ്റ് ആണെങ്കിൽ 1 കിലോയിൽ എത്ര വരും എന്ന് പറയാം. ഈ പൗച്ചുകളുടെ വെയിറ്റ് വലിയ പ്രാധാന്യമുള്ളതാണ്. ഒരു 8-10 ഗ്രാം വരെ വെയിറ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് 100 ഗ്രാമിന്റെ 1 കിലോ പൗച്ചില് നമുക്ക് 100 പീസ് കിട്ടും. ഇനി അതിലും കട്ടി കുറഞ്ഞ പൗച്ച് ആണെങ്കിൽ, അതായത് ഒരു 6-7 ഗ്രാം മാത്രമേ പൗച്ചിന്റെ വെയിറ്റ് ഉള്ളെങ്കിൽ നമുക്കൊരു 140 തൊട്ട് 160 പീസ് വരെ 1 കിലോയിൽ കിട്ടും. ഈ തരത്തിൽ നിങ്ങൾക്ക് അത് തീരുമാനിക്കാവുന്നതാണ്. കൃത്യമായിട്ട് പറയാൻ കഴിയുകയില്ല. നിങ്ങൾ ഓർഡർ കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ എൻക്വയർ ചെയ്യുമ്പോൾ അവരോട് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓരോ ഐറ്റത്തിനുമുള്ള കൃത്യമായിട്ടുള്ള പീസ് പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കണ്ടു. ലിങ്കുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മളുടെ വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിൽ വ്യൂ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വേറെയും കുറച്ച് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടുള്ള പ്രിന്റിംഗ് പൗച്ചസ് കിട്ടും. അല്പം വില കൂടുതൽ തന്നെയായിരിക്കും അവിടെ. പക്ഷേ അത്യാവശ്യം നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ, അല്ലെങ്കിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്നുള്ള രീതിയിൽ അതും നല്ലത് തന്നെയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.